ഹലോ എവരിവൺ, ഇന്ന് നമുക്ക് അവലും നേന്ത്രപ്പഴവും വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാവുന്ന ഒരു ഹെൽത്തി റെസിപ്പി പരിചയപ്പെടാം. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നേന്ത്രപ്പഴം എടുക്കുമ്പോൾ കുറച്ച് പഴുപ്പുള്ള നേന്ത്രപ്പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ച് പഴുപ്പ് കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് അവലാണ്. അവൽ നമുക്ക് മട്ടവൽ വേണമെന്നുണ്ടെങ്കിൽ അതെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളവിലായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ എടുത്തിട്ടുള്ള അവൽ ഇതുപോലെ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ അവലൊക്കെ നിങ്ങൾ എടുക്കുന്ന നേന്ത്രപ്പഴത്തിൻ്റെ അളവനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ നമ്മൾ ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ചെറുതാക്കി എരിഞ്ഞു വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇത് നന്നായിട്ട് വാടി വെന്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് ആദ്യം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് മൂടി വെക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ പഴം ഒന്ന് നന്നായിട്ട് വെന്ത് വരും. ഒരു 3-4 മിനിറ്റ് മതി കേട്ടോ. അപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനപ്പോൾ തുറന്ന് നോക്കി. അപ്പോൾ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ തുറന്നിട്ടിട്ട് ഈ പഴത്തിനെ വാട്ടിയെടുക്കുക. അപ്പോൾ നമ്മൾ വാട്ടിയെടുക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ ആ കയ്യിൽ വെച്ചിട്ട് ഈ പഴം ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. കാരണം പഴം നന്നായിട്ട് ഉടഞ്ഞു വരണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത്തിരി പഴുപ്പുള്ള പഴം തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അത് ഇത്തിരി പഴുപ്പ് കൂടിപ്പോയാൽ നമുക്ക് എളുപ്പമാണ് കുറച്ചും കൂടി ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഏലക്കായപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് നാളികേരത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കാരണം ചിലർക്ക് നാളികേരം അത്ര ഇഷ്ടമല്ല, ചിലർക്ക് കുറച്ച് നല്ല ഇഷ്ടമാണ്, കൂടുതലാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും കൊണ്ടൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതെല്ലാതും കൂടി നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി തീ ഓഫാക്കുക. പെട്ടെന്ന് തന്നെ നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ചൂട് ആറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുക. ഇതിലേക്ക് നമുക്കിനി നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള അവലിൻ്റെ ആ പൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു 1-1.5 ടേബിൾ സ്പൂൺ, അതിൽ കൂടുതൽ അരിപ്പൊടി ചേർക്കരുത് കേട്ടോ, ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കാം. അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ പഴത്തിൻ്റെ ഈ ഒരു അളവിലാണ് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവലിൻ്റെ പൊടി വേണം കൂടുതലാവാനായിട്ട്. നമ്മൾ അരിപ്പൊടി ഇത്തിരി ചേർത്ത് കൊടുക്കുന്നത് ആ ബൈൻഡിങ് ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അധികം അരിപ്പൊടി ആവാനായിട്ട് പാടില്ല. ഇനി നമ്മൾ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. അപ്പോൾ ചൂടിൽ തന്നെ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവും. അതിനുശേഷം നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് കുഴച്ച് മിക്സ് ആക്കാം. നിങ്ങൾക്ക് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് കൈമിലേക്ക് ആക്കി കൊടുക്കണമെങ്കിൽ ആക്കി കൊടുക്കുക. ഇപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു ഇത്തിരി എടുത്തിട്ട് നമ്മൾ കൈയിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ ഒന്ന് നന്നായി പ്രസ് ചെയ്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം. നന്നായിട്ട് ഒന്ന് ഉരുട്ടി എടുത്തതിന് ശേഷം നമ്മൾ നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്, ഫ്രഷ് ആയിട്ടുള്ള നാളികേരം. ഇതിലിട്ടിട്ട് ഒന്നും കൂടി നമുക്കതൊന്ന് കൂടി ഇങ്ങനെ കൈവച്ച് പിടിക്കണം. നിങ്ങൾക്കിതിൽ ഫ്രഷ് നാളികേരത്തിന് പകരമായിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. ഞാനിപ്പോൾ ഇവിടെ ഫ്രഷ് നാളികേരം ഉള്ളത് കൊണ്ടാണ് ഇതുപോലെ ചെയ്തത്. ഇനി ഇപ്പോൾ നാളികേരമൊക്കെ അതുമ്പോൾ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇത് മാറ്റി വെക്കണം. ഇതുപോലെ നമ്മൾ ഈ ഫുള്ള് മാവ് ഇതുപോലെ ഉരുട്ടി നാളികേരത്തിലിട്ട് കോട്ട് ചെയ്ത് നമുക്കെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലെ ഉരുട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 2 തരത്തിൽ കുക്ക് ചെയ്യാം. ഒന്ന് ഇതുപോലെ നമ്മൾ ഒരു 5 മിനിറ്റ് ഒന്ന് വെച്ച് ആവി കയറ്റിയാൽ മതി. കാരണം നമ്മൾ അരിപ്പൊടി പച്ച അരിപ്പൊടിയല്ലേ നമ്മൾ ചേർത്തിട്ടുള്ളത്, അത് വെന്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു 5 മിനിറ്റ് നമ്മൾ ആവി കയറ്റിയാൽ ഒരു മെത്തേഡ്. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളിതുപോലെ കുഴിയപ്പച്ചട്ടി വെച്ച് കൊടുക്കുക. അതിൽ ഒരു ഇത്തിരി നെയ്യോ അല്ലെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ ഇതുപോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു ബോൾസ് ഇതിലേക്ക് വെച്ചിട്ട് തിരിച്ചിട്ട് നമ്മളൊന്ന് നന്നായിട്ട് പുറം ഭാഗമൊക്കെ ഒന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ ഉള്ളിലുള്ള ആ അരിപ്പൊടി ചേർത്തതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. പിന്നെ ഇതിൽ ഞാൻ നാളികേരം ഇതുപോലെ കോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യണമെന്നില്ല കേട്ടോ. വെറുതെ പഴം കുഴച്ചെടുത്തത് ഇതാക്കിയാലും മതി. അപ്പോൾ നമ്മുടെ ഇതിൻ്റെയൊക്കെ പുറം ഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം തന്നെ നമ്മുടെ വേവിക്കാൻ വെച്ചതും ആവി കയറ്റാൻ വെച്ചതും ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാനോ അവരുടെ ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കാനൊക്കെ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.